പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ പെട്ടെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ട്, അതിന് 3 സൈഡ്സും ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ 3 സൈഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഒരു ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളും ഉണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. 2 ട്രയാങ്കിൾസിന് എപ്പോഴാണ് നമ്മൾ തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങളാണോ എന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് തുല്യമാണ്, ഈക്വൽ ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക, ഒന്നൊന്നിനോട് കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് ഇതിനോട് ചേർന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ചേരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ട്രയാങ്കിളിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇത് ഇതിനോട് ചേർത്ത് വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് കണ്ടോ, ഒന്നൊന്നിനോട് പ്രോപ്പറായിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ട്രയാങ്കിളിൻ്റെയും ഈ പിങ്ക് കളറിലുള്ള ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് സെയിം ആണ്. ഒപ്പം തന്നെ ഇവരുടെ മൂലകൾ കറക്റ്റായിട്ട് ചേർന്നിരിക്കണമെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ഇവിടുത്തെ ആംഗിൾസ്, ഈ മൂലയിലെ ആംഗിള്, ഈ മൂലയിലെ ആംഗിള്, ഈ മൂലയിലെ ആംഗിള്, കോർണേഴ്സിൽ വരുന്ന ആംഗിൾസും സെയിം ആണ്. അപ്പോൾ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, 2 ട്രയാങ്കിൾസിന് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ 2 ട്രയാങ്കിൾ വന്നിട്ട് ഇവർ ഈക്വൽ ആണോ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കത്രി എടുത്ത് വെട്ടിയെടുത്ത് അതിൽ ഒട്ടിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ എക്സാമിൻ്റെ ഹാളിൽ? ഒരിക്കലും അല്ല അല്ലേ. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ നോക്കാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ്, ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സ് നമുക്കറിയാം. അപ്പോൾ 2 ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് നമുക്ക് അറിയാമെങ്കിൽ SSS റൂള് ഇവിടെ ആപ്ലിക്കബിൾ ആണോ നോക്കിയിട്ട് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണോ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ SSS റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കറിയാം AB എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്, PR-നോട് ഈക്വൽ ആണ്. AB എന്ന് പറയുന്നത് PR-നോട് ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാലോ. അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ AC 5 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ QR എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ AC എന്ന് പറയുന്നതും QR എന്ന് പറയുന്നതും 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടെ BC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. BC എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്, PQ-നോട് ഈക്വൽ ആണ്. BC എന്ന് പറയുന്ന PQ-നോട് ഈക്വൽ ആണ് 6 സെന്റിമീറ്റർ. ഇത് നമുക്ക് കിട്ടി. അപ്പോൾ 2 ട്രയാങ്കിൾസിലെ 3 സൈഡ്സ് പരസ്പരം ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കും, SS റൂൾ അനുസരിച്ചിട്ട് ഈ 2 ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. 3 വശങ്ങളും പരസ്പരം തുല്യമായതുകൊണ്ട് നമുക്ക് പറയാം ഈ 2 ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പോൾ തുല്യമായ ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എന്തായാലും നമുക്കറിയാം ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും, അതിന് നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക, ABയും PR-ഉം എന്താണ്, സൈഡ്സ് വെച്ച് അവർ ഈക്വൽ ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഇത്ര മാത്രം നോക്കുക, ABയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈ 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ C is ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ Q ആയിരിക്കും. അതേപോലെ തന്നെ ഈ 5 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ Bയും ഇവിടുത്തെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ Pയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ B is ഈക്വൽ ടു ആംഗിൾ P ആയിരിക്കും. അതേപോലെ റിമൈനിങ് ആയിട്ട് ഒരു ആംഗിൾ കൂടിയാണുള്ളത്, ഏതാണ്, ഈ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Aയും ഈ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ Rഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ A is ഈക്വൽ ടു ആംഗിൾ R. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 ട്രയാങ്കിൾസ് തുല്യമാണോ നോക്കാനായിട്ട് അവരുടെ സൈഡ്സ് നമുക്ക് അറിയാമെങ്കിൽ 3 സൈഡ്സ് ഈക്വൽ ആണോ നോക്കുക. 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും തുല്യമാണെന്ന് പറയാം. തുല്യമായിട്ടുള്ള ത്രികോണങ്ങളിൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതേപോലെ 2 ട്രയാങ്കിൾ വന്നിട്ട് ഇവർ തുല്യമാണോ എന്ന് ചോദിച്ചാലോ, ഇവർ ഈക്വൽ ട്രയാങ്കിൾ ആണോ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 സൈഡ്സ് അറിയില്ല. അതുകൊണ്ട് തന്നെ SSS റൂള് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ AB എന്ന് പറയുന്ന സൈഡ്, AB എന്ന് പറയുന്ന ഈ സൈഡ് ഈ പറയുന്ന QR എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ ആണ്. AB എന്ന് പറയുന്നത് QR-നോട് ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ ആണ് വരുന്നത് അല്ലേ. AB എന്ന് പറയുന്നതും QR എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് കിട്ടി. അപ്പോൾ ഒരു സൈഡ് ഈക്വൽ ആണ്. ABയുടെ മുകളിൽ വരുന്ന ഒരു ആംഗിൾ ആണ് എന്ത്, ആംഗിൾ A എന്ന് പറയുന്നത്. ഈ ആംഗിൾ A ആരോടെങ്കിലും ഈക്വൽ ആണോ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് ആംഗിൾ R-നോട് ഈക്വൽ ആണെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, AB എന്ന് പറയുന്ന വശത്തിൽ വരുന്ന ഓരോരോ ആംഗിൾസ്, AB എന്ന് പറയുന്ന വശത്തിലും QR എന്ന് പറയുന്ന വശത്തിലും വരുന്ന ഓരോ ആംഗിൾസ് ഇതും ഈക്വൽ ആണ്. അതേപോലെ ഇവിടെ നോക്കുക, ആംഗിൾ B നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ B ആരോട് ഈക്വൽ ആണെന്ന് കാണാം. ആംഗിൾ B ആംഗിൾ Q-നോട് ഈക്വൽ ആണ്. ആംഗിൾ B ആംഗിൾ Q-നോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, ഒരു വശവും അല്ലേ, 2 ട്രയാങ്കിൾസിലെ ഓരോ സൈഡ്സ് ഈക്വൽ ആണ്.
ആ സൈഡ്സിന്റെ മുകളിലുള്ള ആംഗിൾസും ഈക്വൽ ആണ്. എ ബിയുടെ മുകളിലുള്ള രണ്ട് ആംഗിൾ ആണ് എയും ബിയും. ആ എയും ബിയും ക്യു ആറിന്റെ മുകളിലുള്ള രണ്ട് ആംഗിൾസിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, ഇവിടെ ASA റൂൾ അനുസരിച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ ASA റൂളാണ് നമ്മുടെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഒരു വശവും അതിന് മുകളിലുള്ള രണ്ട് ആംഗിൾസും മറ്റൊരു ത്രികോണത്തിലെ ഒരു വശത്തിനോടും അതിന് മുകളിലുള്ള രണ്ട് ആംഗിൾസിനോടും ഈക്വൽ ആണെങ്കിൽ ASA റൂൾ അനുസരിച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്, ട്രയാങ്കിൾ ABC ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ PQR എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആവണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 50യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് ഏതാണ്, നമ്മുടെ BC എന്ന് പറയുന്ന സൈഡ്. 50യുടെ ഓപ്പോസിറ്റ് ഉള്ള BC എന്ന് പറയുന്ന സൈഡ്, ഇവിടെ 50യുടെ ഓപ്പോസിറ്റ് ഉള്ള PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ 70യുടെ ഓപ്പോസിറ്റ് ഉള്ള PR എന്ന് പറയുന്ന സൈഡ്, ഇവിടെ നമ്മുടെ 70യുടെ ഓപ്പോസിറ്റ് ഉള്ള AC എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ ആയിരിക്കും. മൂന്ന് സൈഡ്സ് ഈക്വൽ ആയില്ലേ? അതേപോലെ റിമൈനിങ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റിമൈനിങ് ആയിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ Pയും ആയിരിക്കും. കിട്ടിയാൽ അപ്പോൾ എല്ലാ സൈഡ്സും നമുക്ക് കിട്ടി. ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി, ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ASA റൂൾ. ഇനി നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെയും 4 സെന്റിമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് 40 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി. ഈ ട്രയാങ്കിൾസ് തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഇവിടെ SSS റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, ASA റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ശ്രദ്ധിച്ച് നോക്കുക, ഈ സൈഡിന് മുകളിലുള്ള രണ്ട് ആംഗിൾ 40യും 60 ആണ്. പക്ഷേ ഈ സൈഡിന് മുകളിലുള്ള രണ്ട് ആംഗിൾസ് 40യും 60 ആണോ? അല്ല, 80 ആണ്. അപ്പോൾ ഇതെന്തല്ല, തുല്യമായിട്ടുള്ള ത്രികോണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ബിഗ് നോ. അല്ലേ, തുല്യമല്ല. കാരണം എന്താണ്, ഇവിടെ ASA റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് വരിക 60 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയാണ് 60 ഡിഗ്രി വരിക, അവിടെ 60 ഡിഗ്രി വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് തുല്യമായിട്ടുള്ള വശങ്ങളുടെ മുകളിൽ തന്നെ തുല്യമായിട്ടുള്ള കോണുകളും വരേണ്ടത് നിർബന്ധമാണ്. അതാരും നിങ്ങൾ തെറ്റിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് ഇതേപോലെ രണ്ട് ട്രയാങ്കിൾ എന്നിട്ട് നിങ്ങളെടുത്ത് തുല്യമാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് മൂന്ന് സൈഡ്സ് അറിയോ? ഇല്ല. ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളും അറിയോ? ഇല്ല. രണ്ട് ആംഗിൾസ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ASAയും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, SSSും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് അപ്ലൈ ചെയ്യും? അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന റൂളാണ് നമ്മുടെ SAS റൂൾ. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളും അവരുടെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ? ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങളും അവരുടെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ത്രികോണത്തിലെ രണ്ട് വശത്തിനോടും അവരുടെ ഇടയിലുള്ള ആംഗിളോടും ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിത് അവിടെ നോക്കി നോക്കാം. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 5 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ഇതിന് പേരിടാം ABC. അതേപോലെ തന്നെ PQR, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ABC PQR എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. AB ആരോട് ഈക്വൽ ആണ്? നമ്മുടെ PR-നോട് ഈക്വൽ ആണ്. AB PR-നോട് ഈക്വൽ ആണ്. അത് കിട്ടിയല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, BC എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? BC എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആണ്? PQ-നോട് ഈക്വൽ ആണ്. BC ഈസ് ഈക്വൽ ടു PQ. രണ്ട് സൈഡ്സ് ഈക്വൽ. രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. ഇനി ഇവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ആംഗിൾ, ഇവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ നോക്കി ഏതാണ്? ABക്കും BCക്കും ഇടയിലായിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ B. ആംഗിൾ B ആരോട് ഈക്വൽ ആണ്? നിങ്ങൾക്ക് കാണാം, PQനും PR-നും ഇടയിലായിട്ട് വരുന്ന ആംഗിൾ P-നോട് ഈക്വൽ ആണ്. ഇപ്പോൾ രണ്ട് സൈഡ്സും അവരുടെ ഇടയിലുള്ള ആംഗിൾസും രണ്ട് ത്രികോണങ്ങളിലും ഈക്വൽ ആയതുകൊണ്ട് SAS റൂൾ അനുസരിച്ച് നമുക്ക് എന്തെന്ന് പറയാം, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഇനി ഏത് സൈഡായിരിക്കും ഈക്വൽ ആയിട്ട് വരിക? ഈ സൈഡും അതേപോലെ തന്നെ ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 സെന്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ 4 സെന്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും, ആംഗിൾ Rഉം അതേപോലെ തന്നെ ആംഗിൾ Aയും ഈക്വൽ ആയിരിക്കും. അതേപോലെ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ Cയും ഈ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ Qയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ആ ഒരു കോൺസെപ്റ്റും കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. അതാണ് നമ്മുടെ SAS റൂൾ. അപ്പോൾ മെയിനായിട്ടും ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് 3 റൂൾസ് ആണുള്ളത്. ഒന്നെങ്കിൽ 3 വശങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ 3 വശങ്ങൾ, 3 സൈഡ്സ് SSS റൂള്, അതല്ലെങ്കിൽ രണ്ട് സൈഡ്സും അവരുടെ ഇടയിലുള്ള ആംഗിൾ SAS റൂള്, അതല്ലെങ്കിൽ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾ ASA റൂൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും എന്താണ് നമുക്ക് പറയാം? തുല്യമാണ്, തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഈ ഒരു റൂൾസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ട് ഇതിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. ഈ റൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പാരലലോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്, 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാരലലോഗ്രാം, സാമാന്ത്രികം. ഒരു പാരലലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താ? ABCD എന്ന് പറഞ്ഞ ഒരു പാരലലോഗ്രാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? തുല്യവും
സമാന്തരവുമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് എ ബി എന്ന് പറയുന്ന സൈഡ് ഡി സിനോട് ഈക്വൽ ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് ഡി സിനോട് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന സൈഡ് ആരോട് ഈക്വൽ ആയിരിക്കും? ബി സിനോട് ഈക്വൽ ആയിരിക്കും. എ ഡി ബി സിനോട് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ സമാന്തരമാണോ? അതായത് എ ബി എന്ന് പറയുന്നത് ഡി സിക്ക് പാരലൽ ആയിരിക്കും. എ ഡി എന്ന് പറയുന്ന ആർക്ക് പാരലൽ ആയിരിക്കും? ബി സിക്ക് പാരലൽ ആയിരിക്കും. അപ്പോൾ തുല്യവശം, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ സിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം, ഏതൊരു സാമാന്ത്രികത്തിനും എതിർവശങ്ങൾ തുല്യമാണ്. അതിൻ്റെ പ്രൂഫ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് പറയുന്നുണ്ട്. നമ്മുടെ വൺ ഷോട്ട് ലൈവിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഉറപ്പായിട്ടും അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതേപോലെ തന്നെ ഏത് സമാന്തരത്തിനും എതിർകോണുകൾ തുല്യമാണ്, അതിൻ്റെയും റീസൺ എന്താണെന്നൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതൊരു ചതുർഭുജം എടുത്താലും ഒരു ചതുർഭുജം സാമാന്ത്രികമാണോ നോക്കാനായിട്ട് എത്രമാത്രം നോക്കിയാൽ മതി? അവരുടെ രണ്ട് വശങ്ങൾ സമാന്തരവും അവയ്ക്ക് ഒരേ നീളവുമാണോ നോക്കിയാൽ മതി. അതായത് രണ്ട് സൈഡ്സ് അതെന്താണ്? ഈക്വൽ ആൻഡ് പാരലൽ ആണോ? ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ടു sides of quadrilateral are equal and parallel. അപ്പോൾ നമുക്ക് പറയാം ആ ക്വാഡ്രിലാറ്ററലിനെ സാമാന്തരികം പാരലലോഗ്രാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലലോഗ്രാം എന്താണെന്ന് കണ്ടു. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം. ഒരു ത്രികോണത്തിന് എപ്പോഴാണ് നമ്മൾ ഐസോസെലസ് അഥവാ സമപാർശ്വം എന്ന് നമ്മൾ പറയുന്നത്? ആ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് പറയാം അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അഥവാ സമപാർശ്വ ത്രികോണമാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ 3 സെന്റിമീറ്റർ, ഇവിടെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ. അപ്പോൾ ഏതെങ്കിലും രണ്ട് വശങ്ങൾ, അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഇതെല്ലാം തന്നെ സമപാർശ്വ ത്രികോണങ്ങളാണ്. രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തിനെയാണ് നമ്മൾ ഇന്ന് പറയുക സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ വിത്ത് 2 sides ഈക്വൽ. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്, തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ എന്ത് തുല്യമായിരിക്കും? രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 3യുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും ഈ 3യുടെ ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഈ 6ന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ 6ന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഈ ട്രയാങ്കിൾ ഈ 2ന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ 2ന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഐസോസെലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതേപോലെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഇൻ ദ ഫിഗർ പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ. പി ക്യു എന്ന് പറയുന്ന സൈഡും പി ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ തന്നെ നമുക്ക് പറയാം എന്താണ്? ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അഥവാ സമപാർശ്വ ത്രികോണമാണ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? സമപാർശ്വ ത്രികോണമാണ് എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റും ഐസോസെലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ സൈഡ്സ് ആണ്? പി ക്യുവും അതേപോലെ പി ആറുമാണ് ഈക്വൽ. അപ്പോൾ പി ക്യുവിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആറും അതേപോലെ തന്നെ പി ആറിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ക്യൂവും ആയിരിക്കും എന്തായിട്ട് വരിക? ഈക്വൽ ആയിട്ട് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആംഗിൾ ആർ എത്രയാണ്? ആംഗിൾ ആർ എന്ന് പറയുന്ന ആംഗിൾ ക്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും 30 ഡിഗ്രി. അതേപോലെ ആംഗിൾ പി എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾസ് 180 ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് 30 വെച്ച് 60 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക? ആംഗിൾ പി എന്ന് പറയുന്നത് 180 മൈനസ് 30 പ്ലസ് 30, ദാറ്റ് ഈസ് 180 മൈനസ് 180 മൈനസ് 60. 180 മൈനസ് 60 എന്ന് പറയുമ്പോൾ എന്ത് വരും? 120 ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും പരസ്പരം ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. അതാണ് ഇവിടെ കൊടുത്തുള്ള സമഭുജ ത്രികോണം. ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഒരു ആംഗിൾസും 60 ഡിഗ്രി വീതമാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സമഭുജ ത്രികോണം. എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതെന്തായാലും സമഭുജ ത്രികോണമാണ്. ഓരോ കോണം അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നമ്മൾ രണ്ട് വശങ്ങൾ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും, ഇതാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ഐസോസെലസ് ട്രയാങ്കിളിലെ ഈ സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഐസോസെലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുല്യവശങ്ങൾ ചേരുന്ന മൂല എന്ന് പറയുന്നത് ഈ മൂലയിൽ നിന്നും ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഈ മൂലയിലെ ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും.
ഓക്കെ, ഈ മൂലയിലെ ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ ഇവിടെ ഈ സൈഡിനെയും ഇത് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും 2 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് പറയുന്നത് കേട്ടോ. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നമ്മൾ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ the perpendicular from the vertex joining the equal sides to its opposite side split this side, ആ സൈഡിനെ അത് സമഭാഗം ചെയ്യും. അതേപോലെ തന്നെ ആ വേർട്ടെക്സിലെ ആംഗിളിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ട് സമഭാഗം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് പഠിക്കും? SSS റൂള്, SAS റൂള്, അതുപോലെ തന്നെ ASA റൂൾ. ഈ 3 റൂൾസ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ, പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ എന്തെന്ന് പഠിക്കും? ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പഠിക്കും. നാലാമതായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്, ഒരു സമഭുജ ത്രികോണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 4 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിന്റെ ഓൾറെഡി നമ്മൾ 1 ഷോട്ട് ക്ലാസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് എടുത്ത് നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.